Hello, plus 2 students. Again, look at the board. So this diagram is little different. What is the difference in this diagram? Direction of velocity is inclined at an angle theta degree with the field. This angle theta degree is not 90 degree. ഇതിന്റെ പേരാണ് projection of a particle with a q coulomb charge plus or minus mass m kilogram not at right angles. ഈ തീറ്റ ആംഗിൾ 90 അല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചത് ഈ തീറ്റ ആംഗിൾ 90 ഡിഗ്രി ആയിട്ടാണ്. അവിടെ നമ്മൾ ക്യൂ വി ബി സൈൻ തീറ്റ എഫ് മാക്സ് ക്യൂ വി ബി എന്നെടുത്തു. ഇവിടെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഇതാണ് ജനറൽ കേസ്. ഇതിൻ്റെ സബായ കേസാണ് മറ്റത് പഠിച്ചു കഴിഞ്ഞത്. ഇതാണ് ജനറൽ കേസ്. പക്ഷെ ഇത് ആദ്യം എടുക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പഠിക്കാൻ എളുപ്പമാണ്. അത് 90 ഡിഗ്രിയിൽ എൻ്റർ ചെയ്യുന്ന കേസ്. ഇവിടെ വി എന്ന വെലോസിറ്റി ബിയുമായിട്ട് 90 ഡിഗ്രി അല്ല ഉണ്ടാക്കണേ, തീറ്റ ഡിഗ്രി ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് കാണിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ 30 ഡിഗ്രി ആകാം, ഇത് 45 ഡിഗ്രി ആകാം, 60 ഡിഗ്രി ആകാം. ഇതൊക്കെ പല പല എക്സാമ്പിൾസ് ആണ്. ഇനി ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ബട്ട് ഗ്രേറ്റർ ദാൻ 0 ഡിഗ്രി. ഈ തീറ്റ ഞങ്ങൾ 0-ന്റെ മുകളിൽ 90 ഡിഗ്രിയിൽ താഴെയാണ്. 90 ആകുന്ന കേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. സർക്കുലർ മോഷൻ നമ്മൾ പഠിച്ചു ഡീറ്റെയിൽ ആയിട്ട്. 90-ൽ കുറഞ്ഞ ആംഗിളാണ് തീറ്റ ആംഗിൾ. ആ വെലോസിറ്റി ഫീൽഡുമായിട്ടുണ്ടാക്കുന്ന ഈ വെലോസിറ്റി തീറ്റ എന്ന ആംഗിൾ വെച്ചിട്ട് രണ്ടായി റിസോൾവ് ചെയ്യണം. അതിനാണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടാക്കിയത്. വി എന്ന വെലോസിറ്റി വെക്ടർ ഹൈപ്പോട്ടന്യൂസ് ആകുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളാണിത്. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എവിടെയാണ് 90 ഡിഗ്രി വരിക? റൈറ്റ് ആംഗിൾ ട്രയാംഗിളാണിത്. ആ ട്രയാംഗിൾ പ്രത്യേക പേരൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് വെക്ടർ റെസൊല്യൂഷൻ പഠിച്ചാണ് കഴിഞ്ഞ കൊല്ലം. ഈ കൊല്ലം എവിടെയൊക്കെ വന്നിട്ടുണ്ട്. സോ വി എന്ന വെലോസിറ്റി വെക്ടറിനെ ഞാൻ കോസും സൈനും കമ്പോണൻസ് ആക്കാൻ പോകുന്നു. ഇത് ഹൈപ്പോട്ടന്യൂസ് ആകുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്താൽ ആ ട്രയാംഗിളിൻ്റെ പേരൊന്നും ആവശ്യമില്ല. ആ ട്രയാംഗിളിൻ്റെ തീറ്റയുടെ സമീപവശം അഡ്ജസ്റ്റന്റ് സൈഡ് കോസ് കമ്പോണൻ്റ് ആയി വരും. അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് കോസ് തീറ്റ. അതുകൊണ്ട് അഡ്ജസ്റ്റന്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് തീറ്റയാണ്. അതുകൊണ്ട് ഈ നീളത്തെ ഈ ട്രയാംഗിളിൻ്റെ ഈ തീറ്റയുടെ സമീപവശം അഡ്ജസ്റ്റന്റ് സൈഡായി വരുന്ന ഈ സൈഡിനെ ഇതിൻ്റെ കോസ് കമ്പോണൻ്റ് എഴുതാം. ഇവിടെ ആരോ ഇട്ട് അങ്ങോട്ട് എഴുതിയിട്ടുണ്ട് വി കോസ് തീറ്റ. വി വെക്ടറിൻ്റെ ഇങ്ങോട്ടുള്ള വിലയാണ് വി കോസ് തീറ്റ. തീറ്റയുടെ എതിർവശം ഈ നീളം അത് ഇവിടെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. തീറ്റ എന്നതിൻ്റെ എതിർഭാഗം ഇത്രയാണ്. ആ ട്രയാംഗിളിൽ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ കാണിച്ചതിന് വരെ ഇവിടെ കൊണ്ട് കാണിച്ചത് മാത്രം. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ തീറ്റ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ തീറ്റ. എന്താ ഹൈപ്പോട്ടന്യൂസ്? വി. അപ്പോൾ വി ഇൻറ്റു സൈൻ തീറ്റ എന്നതാണ് ഇത്രയും നീളത്തെ ഇവിടെ കൊണ്ട് എഴുതിയത് മാത്രം. റെക്ടാംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ദിസ് ഇസ് എ റെക്ടാംഗിൾ ആസ് സച്ച്. അല്ലെങ്കിൽ ഈ ട്രയാംഗിൾ എടുത്തിട്ടാണ് നമ്മൾ സൈനും കോസും എഴുതിയത്. ഈ നീളം വി സൈൻ തീറ്റ, അതായത് ഈ നീളം വി സൈൻ തീറ്റ. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. വി കോസ് തീറ്റ ബിക്ക് അനുകൂലമാണ്. ഇതിൻ്റെ പ്രത്യേക നോട്ട് ഞാൻ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് കേട്ടെഴുതണം, കാരണം പഴയതിൻ്റെ കണ്ടിന്യൂഷൻ സിമ്പിളാണ്. വി കോസ് തീറ്റ ഈസ് പാരലൽ. വി കോസ് തീറ്റ ഈസ് പാരലൽ ടു ബി. therefore no Lorentz force. no Lorentz force due to v cos theta. ഒന്നുകൂടി പറയാം. v cos theta എന്ന വിയുടെ കമ്പോണന്റ് ബിയിലേക്ക് വരച്ചാൽ, അല്ലെ ബിയിലേക്കല്ലേ വരച്ചാൽ, v cos theta എന്ന വിയുടെ കമ്പോണന്റ് ബിയിലേക്ക് വരച്ചാൽ v cos thetaയും ബിയും പാരലാണ്. v cos theta is parallel എന്നാണ് ഇതിൻ്റെ പാരലൽ ടു ബി. വി വെക്ടറാണ്. അപ്പോൾ വിക്ക് മുകളിൽ ആരോടാ? v cos theta is parallel to b. ഒരു വെലോസിറ്റിയും ഫീൽഡും പാരലൽ ആയാൽ വാട്ട് ഇസ് ലോറൻസ് ഫോഴ്സ്? സൈൻ 0. ഇവിടുത്തെ സൈനായിട്ട് കൺഫ്യൂഷൻ വരരുത്. v cos theta എന്നതിൻ്റെ ഡയറക്ഷനും ബിയും അന്യോന്യം പാരലാണ്. അതുകൊണ്ട് വി കോസ് തീറ്റയുടെയും ബിയുടെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി. ലോറൻസ് ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും പാരലായി വന്നാൽ വാട്ട് ഇസ് ലോറൻസ് ഫോഴ്സ്? ക്യൂ വി ബി സൈൻ തീറ്റ, ക്യൂ വി ബി സൈൻ 0, സൈൻ 0 is 0. നോ ലോറൻസ് ഫോഴ്സ്. ശരിക്കും പറഞ്ഞാൽ
വി കോസ് തീറ്റ എന്നതിന് ബിയുമായി വി കോസ് തീറ്റ ബിയുമായി പാരലായി വരുന്നതുകൊണ്ട് വിയുടെ കമ്പോണൻ്റായ വി കോസ് തീറ്റയ്ക്ക് ബി എന്ന ഫീൽഡിൽ ഒരു പുഷോ പുള്ളോ, അതായത് ഫോഴ്സാണ് ഉദ്ദേശിച്ചത്. പുഷ് ഓർ പുൾ എന്നൊക്കെ ഉദ്ദേശിച്ചത് ഫോഴ്സാണ്. ഫോഴ്സിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ കൺക്ലൂഡ് ചെയ്യട്ടെ. വി കോസ് തീറ്റ ഈസ് പാരലൽ ടു ബി, therefore no Lorentz force due to V cos theta. V cos theta എന്നതിൻ്റെ എഫക്റ്റിൽ ഡ്യൂ ടു V cos theta എഫക്റ്റിൽ ലോറൻസ് ഫോഴ്സ് ഉണ്ടാവില്ല. കാരണം V cos thetaയും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ. ഒരു വെലോസിറ്റിയും ഫീൽഡും പാരലായാൽ നോ ലോറൻസ് ഫോഴ്സ്. QVB sin theta becomes QVB sin 0. ഏത് സീറോയി പറയണേ? ഈ സൈനായിട്ട് കൺഫ്യൂഷൻ ആവല്ലേ? ഈ ബിയും ഈ വി കോസ്യതയും തമ്മിലുള്ള ആംഗിള് പറയേണ്ട ആവശ്യമില്ലോ. ഈ ബിയും ഈ വി കോസ്യതയും തമ്മിലുള്ള ആംഗിള് 0ആണ്. അതുകൊണ്ട് വി കോസ്യത എന്നതിന് ബി എന്ന മാഗ്നറ്റിക് ഫീൽഡിൽ വി കോസ്യതയ്ക്ക് ഫോഴ്സ് എഫക്റ്റ് ഉണ്ടാവില്ല. എന്നാൽ ഇത് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, ഇത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതിന് ഉപയോഗമുണ്ട്. വി സൈൻ തീറ്റ എന്നതിന് ബിയുമായി പെർപെൻഡിക്കുലർ ആണ്. വി സൈൻ തീറ്റ ബിയുമായി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഒരു ഫോഴ്സ് എഴുതട്ടെ. എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി സൈൻ തീറ്റ ക്രോസ് ബി. ഇതേതാ? സിമ്പിൾ അല്ലേ? ലോറൻസ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു പാർട്ടിക്കുലർ ചാർജ്, വിയുടെ കമ്പോണൻ്റായ വി സൈൻ തീറ്റ, അതിൻ്റെയും ബിയുടെയും ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം. വിയുടെ കമ്പോണൻ്റായ വി സൈൻ തീറ്റ, അതിൻ്റെയും ബിയുടെയും ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം. എന്നിട്ട് ചാർജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ഫോഴ്സ് കാണണമെങ്കിൽ. പേര് തന്നെ ലോറൻസ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി സൈൻ തീറ്റ ക്രോസ് ബി. ഇവർ തമ്മിൽ എങ്ങനെയാ? പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്നത് എന്താ? വി സൈൻ തീറ്റ ഈസ് പെർപെൻഡിക്കുലർ എന്നാണ് എഴുതിയേക്കണേ. പെർപെൻഡിക്കുലർ ടു ബി. നേരത്തെ പാരലൽ ടു എന്ന് കോസ് കമ്പോണന്റ് പറഞ്ഞ പോലെ വി സൈൻ തീറ്റ ഈസ് പെർപെൻഡിക്കുലർ എന്നാണിത് ടു ബി. അപ്പോൾ നമുക്ക് എന്തെഴുതാം? മാക്സിമം ലോറൻസ് ഫോഴ്സ് എഴുതാം. ഈ വി സൈൻ തീറ്റയുടെ ബിയുമായിട്ടുള്ള എഫക്റ്റ് എഫ് മാക്സ് ആണ്. അപ്പോൾ ഞാൻ എഫ് മാക്സ് എഴുതട്ടെ. നേരത്തെ എഴുതുന്ന എഫ് മാക്സ് എഴുതട്ടെ. എഫ് മാക്സ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ബി സൈൻ തീറ്റ ഇൻറ്റു എന്ന് എഴുതണ്ട, അപ്പോൾ ക്രോസ് ആയിട്ട് തിരിതിരിക്കും. ഇൻറ്റു ബി ക്യൂ വി ബി സൈൻ തീറ്റ, ക്യൂ ഇൻറ്റു വി സൈൻ തീറ്റ, ക്യൂ ഇൻറ്റു വി സൈൻ തീറ്റ, ക്യൂ ഇൻറ്റു വി സൈൻ തീറ്റ, ക്യൂ ഇൻറ്റു വി. ഇവിടെ ബ്രാക്കറ്റ് ഇല്ലാത്ത കുഴപ്പമില്ല, ഗുണിക്കല്ലേ. ക്യൂ ഇൻറ്റു വി സൈൻ തീറ്റ ഇൻറ്റു ബി ഇൻറ്റു സൈൻ 90. അവിടെ എഴുതി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ 90 എങ്ങനെ വന്നു എന്നുകൂടി പറയാനാണ്. ഇൻറ്റു സൈൻ 90 ഡിഗ്രി. ആരും പെർപെൻഡിക്കുലറാണ്. വി സൈൻ തീറ്റയും മുകളിൽ എഴുതിയിട്ടുണ്ട്. വി സൈൻ തീറ്റയും ബിയും പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ടാണ് വേറൊരു സൈൻ 90 പിന്നെയും കയറി വന്നത്. വി സൈൻ തീറ്റയും ബിയും പെർപെൻഡിക്കുലറാണ്. വി സൈൻ തീറ്റയും ബിയുടെ ഇടയ്ക്കുള്ള ആംഗിളാണ്. ആരുടെ ലോറൻസ് ഫോഴ്സ് പഠിക്കുമ്പോൾ വി സൈൻ തീറ്റ ബിയുമായി പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഈ വെലോസിറ്റിയുടെ സൈൻ കമ്പോണൻ്റായ വി സൈൻ തീറ്റ ബിയുമായി പെർപെൻഡിക്കുലറായി വരുന്നുണ്ട്. വീണ്ടും ഒരു ഫോഴ്സ് എഴുതാം. എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി സൈൻ തീറ്റ ക്രോസ് ബി. ഈ ക്രോസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു സൈൻ തീറ്റ വരും. ആ സൈൻ തീറ്റ സൈൻ 91 ആണ്. അപ്പോൾ എഫ് മാക്സ് എഴുതിക്കോട്ടെ. എഫ് മാക്സ് ഈക്വൽ ടു മാക്സിമം ലോറൻസ് ഫോഴ്സ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ ഇൻറ്റു ക്യൂ വി ബി സൈൻ തീറ്റ, ക്യൂ വി ബി സൈൻ തീറ്റ. ഇവിടെ തീറ്റ ഏതാ? 90 അല്ല, അതൊക്കെ പോയി. ഇതാണ് തീറ്റ. ആ തീറ്റയാണ് കയറിയതാണ് തീറ്റ. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം. വി എന്ന വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡുമായി തീറ്റ ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കുന്നതിനാൽ
വി എന്ന വെലോസിറ്റിയെ രണ്ടായി റിസോൾവ് ചെയ്യാം. ഒന്ന് വി കോസ് തീറ്റ ബിക്ക് അനുകൂലമായിട്ട്, അതിന് ലോറൻസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 0 വരുന്നതിനാൽ വി കോസ് തീറ്റയും ബിയും തമ്മിലുള്ള ആംഗിൾ 0 വരുന്നതിനാൽ നോ ലോറൻസ് ഫോഴ്സ്. എന്നാൽ വി സൈൻ തീറ്റ എന്ന വിയുടെ കമ്പോണന്റ് ബിക്ക് പെർപെൻഡിക്കുലറായി വരുന്നതിനാൽ അതിന് ലോറൻസ് ഫോഴ്സ് പറയേണ്ടി വരും. അത് മാക്സിമം ലോറൻസ് ഫോഴ്സ് ആണ് സൈൻ 90 വരുന്നതിനാൽ. അപ്പോൾ Q ഇൻറ്റു വി സൈൻ തീറ്റ ഇൻറ്റു ബി ഇൻറ്റു സൈൻ 90, because angle between v sin theta and b is 90 degree. Angle between v sin theta and b is 90 degree. അതിൻ്റെ എഫക്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, ഞാൻ മോഡൽ കാണിക്കുന്നത് വി സൈൻ തീറ്റയുടെ ബിയുമായിട്ടുള്ള എഫക്റ്റ് ഇതിങ്ങനത്തെ റൊട്ടേഷനാണ്. ഇത് പ്ലസ് ചാർജ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇതിങ്ങനെ കറങ്ങി വരുന്നല്ലേ നേരത്തെ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനെ കറങ്ങുന്നു. പക്ഷേ വി കോസ് തീറ്റയ്ക്ക് ഒരു എഫക്റ്റ് ഉണ്ട്. ഫോഴ്സ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ വെലോസിറ്റി ഉണ്ടല്ലോ. ഈ വെലോസിറ്റിക്ക് മുകളിലേക്ക് ഒരു എഫക്റ്റ് ഉണ്ടല്ലോ. ഇങ്ങനെ കൊടുക്കുന്ന വെലോസിറ്റിക്ക് ഇങ്ങോട്ടൊരു എഫക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കറങ്ങുകയും ചെയ്യും, മുകളിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇതിൻ്റെ പേരാണ് സ്പൈറലിംഗ് പാത്ത്, സ്പ്രിങ് പോലെ. ഒന്നുകൂടി പറയാം, വിയുടെ കമ്പോണന്റ് വി കോസ് തീറ്റ ബിക്ക് അനുകൂലമാണ്. അങ്ങോട്ട് ഫോഴ്സ് ഇല്ലാന്നേ പറഞ്ഞോളൂ. എന്ന് വെച്ചാൽ ഈ വി കോസ് തീറ്റ ഒരു യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. എന്നാൽ വി സൈൻ തീറ്റയുടെ എഫക്റ്റ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ബിക്ക് പെർപെൻഡിക്കുലറാണ് വി സൈൻ തീറ്റ എന്നുള്ളതിനാൽ നേരത്തെ പറഞ്ഞ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ എടുത്ത് കാണിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട്. ഈ ബോർഡിന് പെർപെൻഡിക്കുലറായ ഒരു തലത്തിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ സർക്കുലർ പാത്ത് എന്തായാലും ഉണ്ടാകും. പക്ഷേ വി കോസ് തീറ്റ എന്നതിൻ്റെ എഫക്റ്റിൽ ഫോഴ്സ് ഇല്ല എന്നല്ലേ പറഞ്ഞോളൂ, നോ ലോറൻസ് ഫോഴ്സ് അല്ലേ പറഞ്ഞോളൂ. വെലോസിറ്റി ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ വെലോസിറ്റിക്ക് ഇങ്ങോട്ട് കമ്പോണന്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണോ അതിന് ഇങ്ങോട്ടുള്ള വാല്യൂ എന്താണ്? എക്സാമ്പിൾ വി 50 മീറ്റർ പെർ സെക്കൻഡ്, തീറ്റ 60 ഡിഗ്രി, കോസ് 60 1/2, വി 50 മീറ്റർ പെർ സെക്കൻഡ്, 50 × 1/2 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇങ്ങോട്ടുള്ള ഈ 50 മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗതയ്ക്ക് 60 ഡിഗ്രി ചരിവ് വിത്ത് ബി പറയാൻ പറ്റിയാൽ ആ 50 മീറ്റർ പെർ സെക്കൻഡിൻ്റെ ഇങ്ങോട്ടുള്ള എഫക്റ്റ് 50 × cos 60, അപ്പോൾ 25 എന്ന് കിട്ടും. 25 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങോട്ട് എഫക്റ്റ് ഉണ്ട്. അത് 0 ഞാൻ പറഞ്ഞിട്ടില്ല, നോ ലോറൻസ് ഫോഴ്സ് എന്നാ പറഞ്ഞത്. അപ്പോൾ വി സൈൻ തീറ്റയ്ക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുകയും, അതായത് കറക്കം സാധ്യമാകുകയും വി കോസ് തീറ്റയ്ക്ക് നീക്കം സാധ്യമാകുകയും ചെയ്യും. ഈ വാക്കുകളാണ്. വി സൈൻ തീറ്റയ്ക്ക് കറക്കം പോസിബിൾ ആക്കുകയും വി കോസ് തീറ്റയ്ക്ക് നീക്കം സാധിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ കറങ്ങുന്ന പാർട്ടിക്കിൾ നേരത്തെ പറഞ്ഞ കോൺസ്റ്റന്റ് റേഡിയസിൽ എന്ന് പറയാം. കോൺസ്റ്റന്റ് റേഡിയസ് ആണ്, പക്ഷേ ഒരു തലത്തിൽ പറയാവുന്ന റേഡിയസ് അല്ല, സ്പേസിൽ പറയാവുന്ന സർക്കിളാണ്. സ്പേസിൽ പറയാവുന്ന സർക്കിളിൻ്റെ പേരാണ് സ്പൈറലിംഗ് പാത്ത്. നമ്മൾ ഒരു സ്പ്രിങ് പോലെ ഇതിങ്ങനെ കറങ്ങിയിട്ട് പിന്നെ മുകളിലേക്ക് നീങ്ങും, പിന്നെ മുകളിലേക്ക് നീങ്ങും, പിന്നെ മുകളിലേക്ക് നീങ്ങും, പിന്നെ മുകളിലേക്ക് നീങ്ങും. ഇങ്ങനെ അതിന് മൈനസ് ചാർജ് ആണെങ്കിൽ നമുക്ക് അപ്പോഴും ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് പറയേണ്ടി വരും. ഇങ്ങനെ കറങ്ങി മുകളിലേക്ക് എന്ന് പറയും. കാരണം ഇവിടെ വി കോസിൻ്റെ വർഷം മുകളിലേക്കാണ്, വിയുടെ കമ്പോണൻ്റായ വി കോസിൻ്റെ എനിക്കിടെ മുകളിലേക്കാണ്. അപ്പോൾ മുകളിലേക്ക് നീങ്ങും എന്തായാലും. അപ്പോൾ ദർ ഇസ് ട്രാൻസ്ലേറ്ററി മോഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബി വിത്ത് യൂണിഫോം വെലോസിറ്റി. ദർ ഇസ് ഈ പാർട്ടിക്കിൾ ഇങ്ങനെ എൻ്റർ ചെയ്യുന്ന പാർട്ടിക്കിളിന് ഈ വി എന്ന വേഗതയിൽ ബി എന്ന ഫീൽഡുമായി തീറ്റ ഡിഗ്രി ചരിഞ്ഞ് എൻ്റർ ചെയ്യുന്ന പാർട്ടിക്കിളിന് വൈ ആക്സിസിൽ, അതായത് ബിയുടെ ഡയറക്ഷനിൽ, വൈ ആക്സിസ് ആണല്ലോ, ബിയുടെ ഡയറക്ഷനിൽ നീക്കം സംഭവിക്കുകയും എങ്ങനെ യൂണിഫോം വെലോസിറ്റിയിൽ. ഞാനെടുത്ത എക്സാമ്പിൾ 25 മീറ്റർ പെർ സെക്കൻഡ്, ഇത് 50, ഇത് 60 ഡിഗ്രി എന്ന് എടുത്തിട്ട് ഇത് 50 മീറ്റർ പെർ സെക്കൻഡ് കൊടുത്താൽ വി കോസ് തീറ്റ 50 × cos 60 ഡിഗ്രി, cos 60 1/2 അല്ലേ, അപ്പോൾ 50 × 1/2 അല്ലേ, അപ്പോൾ 25. ഇങ്ങോട്ട് 25 മീറ്റർ പെർ സെക്കൻഡ് യൂണിഫോം വേഗതയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എക്സാമ്പിൾ 50 മീറ്റർ പെർ സെക്കൻഡിൽ എക്സാമ്പിൾ നമുക്ക് നോട്ടിൽ കോട്ട് ചെയ്യാം. ഒരു മാഗ്നറ്റിക് ഫീൽഡ് എത്ര ആവട്ടെ, ബി ടെസ്ല 50 മീറ്റർ പെർ സെക്കൻഡിൽ ആ ബിയുമായി 60 ഡിഗ്രി ചരിഞ്ഞ് എൻ്റർ ചെയ്യുന്നൊരു പാർട്ടിക്കിളിന് ഇങ്ങോട്ടൊരു കമ്പോണൻ്റ് ഉണ്ട്, ഇങ്ങോട്ടൊരു കമ്പോണൻ്റ് ഉണ്ട്. ഈ കമ്പോണൻ്റ് യൂണിഫോം വെലോസിറ്റി ആ പാർട്ടിക്കിളിനെ ഇങ്ങനെ നീക്കാൻ ശ്രമിക്കും, പക്ഷേ ഈ കമ്പോണൻ്റ് കറക്കാൻ ശ്രമിക്കും. അപ്പോൾ കറങ്ങുകയും ചെയ്യും, നീങ്ങുകയും ചെയ്യും. സിമ്പിളായ വാക്കുകളാണ്. കറങ്ങുകയും ചെയ്യും, നീങ്ങുകയും ചെയ്യും.
കറങ്ങുകയും ചെയ്യും നീങ്ങുകയും ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ പേരാണ് ഹെലിക്കൽ പാത്ത്. നിങ്ങളെ ബുക്കുകളൊക്കെ നോക്കിയാൽ കാണുന്ന വാക്ക് തന്നെ കേട്ടോ. HELICAL. ഹെലിക്കൽ എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹെലിക്കൽ പാത്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹെലിക്കൽ പാത്ത് പെട്ടെന്ന് നോട്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വേഗം പറയാം. ഹെലിക്കൽ പാത്ത് എന്ന ഹെഡിങ് ഉണ്ട്. ഹെലിക്കൽ പാത്ത് ഹൈഫൻ ഇട്ടിട്ട് ചാർജ് എൻ്ററിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് നോട്ട് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ ഹെഡിങ് ഉണ്ട്. ഹെലിക്കൽ പാത്ത് ചാർജ് എൻ്ററിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് നോട്ട് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അതിന് പടം വരച്ചിരുന്നു കേട്ടോ. എന്നിട്ട് പറയാം. റഫറിങ് ദ ഡയഗ്രാം we can resolve the velocity v into rectangular components. We can resolve the velocity v, ചെറിയ v എന്ന് എഴുതാം, മുകളിൽ ആരോ ഉണ്ടാവും, into rectangular components, namely v cos theta along b, capital B, namely എന്ന് എഴുതിയിട്ട് v cos theta along b and v sin theta perpendicular to b, full stop. അടുത്ത പാരഗ്രാഫ് ആയിട്ട് v cos theta is parallel to b, therefore no Lorentz force due to v cos theta. No Lorentz force due to v cos theta. No Lorentz force due to v cos theta. ഫോഴ്സ് ഇല്ലാന്നേ പറഞ്ഞു കേട്ടോ. വെലോസിറ്റി 0 എന്ന് പറഞ്ഞില്ല, ഫോഴ്സ് 0 എന്നേ പറഞ്ഞു. നോ ലോറൻസ് ഫോഴ്സ് ഫോഴ്സ് ഇല്ല, വെലോസിറ്റി ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ബട്ട് ദ അതർ കമ്പോണന്റ് v sin theta being perpendicular to b, but the other component v sin theta being perpendicular to b, capital B, we can write down Lorentz force. F equal to q into bracket ഇട്ടിട്ട് v sin theta cross b, q കഴിഞ്ഞ് ബ്രാക്കറ്റ് ഇടുക, v sin theta cross ആണത്, cross b. ഇനി പറയണം v sin theta is perpendicular to b, അല്ലേ? നോക്കൂ, പടം നോക്കൂ. v sin theta is perpendicular to b, therefore അപ്പോൾ മാക്സിമം ഫോഴ്സ് ആയി sin 90 വരും. F max equal to q into ആ q ഇറക്കി എഴുതി, ആ v sin theta ഇറക്കി എഴുതി, b ഇറക്കി എഴുതി. v sin theta b യുടെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയുടെ സൈൻ വാല്യൂ sin 90. അടുത്ത കേസിൽ 1 ആയിപ്പോയി, ഇത് 1 ആയിപ്പോയി, ഈ ടൈം 1 ആയിപ്പോയി. അടുത്ത സ്റ്റെപ്പ് F max equal to QVB sin theta. ഇതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈ കേസിൽ കേട്ടോ. കഴിഞ്ഞ കേസിൽ ഇത് QVB എന്ന് എടുത്തത് കാരണം എന്താ? ഈ തീറ്റ എത്രയായിരുന്നു കഴിഞ്ഞ കേസിൽ, കഴിഞ്ഞ വീഡിയോയിൽ ഈ തീറ്റ എത്രയായിരുന്നു കഴിഞ്ഞ കേസിൽ? ഇവിടെ നോക്കൂ, ഈ പടത്തിൽ തീറ്റ കഴിഞ്ഞ കേസിൽ എത്രയാണ്? 90 ആയിരുന്നു. ഇവിടെ sin 90 ഇട്ട് കൊടുത്താൽ നേരത്തെ QVB = mv²/r കിട്ടും. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോണേ. ഇവിടെ QVB = mv²/r എന്ന് എഴുതാൻ പറ്റില്ല, ഇവിടെ QVB sin theta = mv²/r എന്ന് എഴുതാം. അപ്പോൾ എഴുതാം therefore we can write down the following equation. എന്തൊക്കെയാണ് എഴുതാൻ പറ്റുന്നത്? QVB sin theta, ആ തീറ്റ ഈ പടത്തിലെ തീറ്റയാണ് കേട്ടോ, ഈക്വൽ ടു mv²/r, സിമ്പിൾ അല്ലേ? ഈക്വൽ ടു mv²/r. ഇവിടുന്ന് ആറിന് ഫോർമുല ഉണ്ടാക്കാം. therefore r equal to ക്രോസ് മൾട്ടിപ്ലൈ, ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുക, ഒരു വി വെട്ടിക്കളാം, അതിന് ബാക്കി ആറിന് സ്റ്റെപ്പ് ഉണ്ടാക്കുക. r equal to mv by QB എന്നല്ലേ നേരത്തെ കിട്ടിയ, ഇവിടെ QB sin theta, അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ.
ഫോർമുല അത് തന്നെ, ഒരു സൈനിൻ്റെ അഡീഷണലായി വന്നു. ഈ റേഡിയസ് ആ ഹെലിക്കൽ പാത്തിൻ്റെ റേഡിയസ് ആണ്. ഒരു സ്പ്രിങ്ങിന് ഒരു റേഡിയസ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ കറങ്ങുന്ന സ്പ്രിങ് ഷേപ്പിലുള്ള ഒരു പാത്തിന് ഒരു റേഡിയസ് ഉണ്ടാവുമല്ലോ, ഒരു സമ്മർട്ട് സിലിണ്ടറിൻ്റെ റേഡിയസ് പോലെ പറയണം. ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് ദ ഹെലിക്കൽ പാത്ത്. ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് ദി ഹെലിക്കൽ പാത്ത്. ദിസ് ഈസ് ദി റേഡിയസ് ഓഫ് ദി ഹെലിക്കൽ പാത്ത്. ഇത് എങ്ങനെ കോൺസ്റ്റന്റ് ആണ് എന്ന് പറയണം. അടുത്ത സെന്റൻസ്, മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആസ് വെൽ ആസ് ചാർജ് ഈസ് എ കോൺസ്റ്റന്റ്. മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആസ് വെൽ ആസ് ചാർജ് ഈസ് എ കോൺസ്റ്റന്റ്. നേരത്തെ പറഞ്ഞു. സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ, ഇവിടെ വി തന്നെ, സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ വി ഈസ് ഓൾസോ എ കോൺസ്റ്റന്റ്. നമ്മൾ പ്രത്യേക വെലോസിറ്റിയിൽ തൊടുത്ത് വിടാണ്, പ്രൊജക്റ്റ് ചെയ്യാണ്. സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ വി ഈസ് ഓൾസോ എ കോൺസ്റ്റന്റ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ കോൺസ്റ്റന്റ്. എത്ര ഡിഗ്രിയിൽ വിടുക എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. നേരത്തെ 60 ഡിഗ്രി എക്സാമ്പിൾ പറഞ്ഞു. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ ഡിഗ്രി ഈസ് എ കോൺസ്റ്റന്റ്. അത് തീരുമാനിക്കാമല്ലേ എത്ര ഡിഗ്രി വിടുക എന്ന് പറയും. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ ഡിഗ്രി ഈസ് എ കോൺസ്റ്റന്റ്. ഏത് വെലോസിറ്റിയും ബിയും കൂടെ ഉണ്ടാക്കുന്ന ആംഗിൾ പ്രൊജക്റ്റ് ചെയ്യല്ലേ ഇങ്ങനെ, ബിയിൽ നിന്ന് അത്രയും ഡിഗ്രി ചരിഞ്ഞു. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ ഡിഗ്രി ഈസ് എ കോൺസ്റ്റന്റ്. അതിൻ്റെ സൈനാണ് വന്നിട്ട്. Therefore, radius of the helical path is a constant. Therefore, radius of the helical path is a constant. Therefore, radius of the helical path is a constant. Radius of the helical path is a constant. ഇതാണ് ആ റേഡിയസിനെ ഉദ്ദേശിച്ചത് കേട്ടോ. പടം വരച്ചിട്ടുള്ളൂ. എഴുതിയ ആറിൻ്റെ ഇക്വേഷൻ ആണ് കേട്ടോ. ഈ ആറാണ് കിട്ടിയാണ് കേട്ടോ. ഹെലിക്കൽ പാത്ത് ഇത് ഇങ്ങനെ വരും, സ്പ്രിങ് ഷേപ്പിൽ ഇങ്ങനെ വരും. അതിനൊരു റേഡിയസ് ഉണ്ടല്ലോ ആ സ്പ്രിങ് ഷേപ്പിൽ, ആ റേഡിയസ് ആണ് ഈ കിട്ടിയാണ് ആറ്. ഇങ്ങനെ മൂവ് ചെയ്യാൻ കാരണം ഇതിൻ്റെ എഫക്റ്റാണ്. വി കോസിൻ്റെ എഫക്റ്റ് മൂവ് ചെയ്യിക്കും എന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാകും. അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യാം. നോട്ട് വി കോസ് തീറ്റ ഈസ് എ കോൺസ്റ്റന്റ്. അത് തീറ്റ കോൺസ്റ്റന്റ് ആണല്ലോ. ഇപ്പോൾ വി കോസിൻ്റെ കോൺസ്റ്റന്റ് ആണല്ലോ. നമ്മൾ 25 എക്സാമ്പിൾ എടുത്തില്ലേ. വി കോസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. വി കോസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ദെർഫോർ ഹെലിക്കൽ ട്രാൻസ്ലേറ്ററി മോഷൻ, ഇങ്ങനെ ഹെലിക്കൽ ട്രാൻസ്ലേറ്ററി മോഷൻ വിൽ ബി വിത്ത് യൂണിഫോം വെലോസിറ്റി. കൺക്ലൂഷനായി ഹെലിക്കൽ സ്പ്രിംഗ് ഷേപ്പ്, ഹെലിക്കൽ ട്രാൻസ്ലേറ്ററി മോഷൻ, ഹെലിക്കൽ ട്രാൻസ്ലേറ്ററി motion will be with uniform velocity, v cos theta. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രോബ്ലം ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. ഹെലിക്കൽ പാത്ത് നമ്മുടെ സിലബസിലുണ്ട്. ഓക്കെ, സ്കൂളിൽ അത് എടുക്കുമെന്നറിയില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയോടുകൂടി ഇന്നിനി വേറെ വീഡിയോസ് അയക്കണില്ല.